ഭയങ്കര ഇമോഷണൽ സിനിമയാണ്. പക്ഷെ സങ്കടമല്ല, അടിപൊളി പടമാണ്. അഭിനയം വെച്ചാൽ മുരളിഗോപിയുടെ അഭിനയം കിഡും അഭിനയം. എന്തായാലും തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ ഫാമിലി ആയി തന്നെ പോയി കാണണം. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഒരുപാട് മനുഷ്യരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണക്കാരായിട്ടുള്ള കുറെ ആൾക്കാരുടെ കഥയാണ് ഈ സിനിമ. ഞാനൊക്കെ വിചാരിച്ചു എന്റെ കഥയാണോ സിനിമയെന്ന് തന്നെ തോന്നിപ്പോയി. നല്ല സിനിമയാണ്. നമ്മളെ കാണാതെ വിട്ടുപോയിട്ടുള്ള ചില മനുഷ്യരുടെ കഥയാണ്. കുറച്ച് കഥാപാത്രങ്ങൾ മാത്രം ഉള്ളെങ്കിൽ പോലും ഉള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ അവരുടെ പ്രകടനം കൊണ്ട് കാഴ്ചവെക്കാൻ സാധിച്ചു. കൊച്ചു സിനിമയാണ്. ആദ്യം വലിയ വലിയ സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാരൊന്നും കൊണ്ടൊന്നും നമുക്ക് അവകാശപ്പെടില്ല. എങ്കിൽ പോലും മുരളി ഗോപി എന്ന നടന്റെ പ്രകടനം എടുത്തു പറയത്തക്കതാണ്. അതോടൊപ്പം തന്നെ കൂടെ നിന്ന് അഭിനയിച്ച രാജേഷ് ശർമ്മ, ഇന്ദ്രൻസ് ഏട്ടൻ, ഇങ്ങനെയുള്ള 3-4 കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിനെ ശരിക്കും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഒരു നല്ലൊരു പടമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടം. മാസത്തിൽ കാണാൻ പറ്റിയ പടം. അടിപൊളി പടമാണ്. അഭിനയം വെച്ചാൽ മുരളിഗോപിയുടെ അഭിനയം കിഡും അഭിനയം. ഇന്ദ്രൻസ് ഏട്ടനെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ല. പിന്നെ ഒരു പുതിയൊരു നടനുണ്ട്, രാജേഷ് ശർമ്മ. അയാൾ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇന്ദ്രചേട്ടനും മറ്റേ ശർമാജിയൊക്കെ അസലുണ്ട്. ശർമാജി ഗംഭീരമായിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഓ ഷുവർ, തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന, നമുക്കറിയാവുന്ന മെസ്സേജുകൾ തന്നെയാണ് ലൈഫിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ അത് നന്നായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നല്ല പടമാണ്. ഭയങ്കര ഇമോഷണൽ സിനിമയാണ്. പക്ഷെ സങ്കടമല്ല, നമുക്ക് ഇത്രയും നല്ല മനസ്സുകൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ള തോന്നലാണ് വരുന്നത് സിനിമ കണ്ടിറങ്ങുമ്പോൾ. എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശർമാജിയും പിന്നെ ഇന്ദ്രൻസും. സാധാരണക്കാരുടെ ഇടയിലുള്ള പ്രതിസന്ധികൾ, പക്ഷേ എന്നാലും എത്ര നമ്മൾ ഒരുപാട് ഈ എന്താ പറയുക ഹീറോയിക് ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സിനിമയിൽ. ഇത് വളരെ സാധാരണക്കാരുടെ ഒരു സിനിമയാണ്. ഹീറോയിസം ഇല്ല, പക്ഷെ എന്നാൽ ഭയങ്കര വലിയ ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സുകൊണ്ട് തോന്നിപ്പോണ ഒരു സിനിമ. ഇന്ന് എനിക്ക് ഭയങ്കര ഇമോഷണലി എനിക്ക് ഭയങ്കര ഒരു നമ്മൾ ഈ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടതുകൊണ്ടായിരിക്കാം ഇന്ദ്രൻ ചേട്ടൻ്റെയും മുരളി ചേട്ടൻ്റെയൊക്കെ സീൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അതായത് ഇന്ദ്രൻ ചേട്ടനൊക്കെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴൊക്കെ നമുക്കങ്ങ് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരാളെ പോലെ അങ്ങ് തോന്നിപ്പോകും. ഭയങ്കര രസം. രണ്ടാമത്തെ തവണയും കണ്ടു നടന്നു. ആണോ? ചിരിക്കണോ? രണ്ടാമത്തെ തവണ കണ്ടു കാണുന്നു. അവൻ കണ്ടില്ലായിരിക്കും. കണ്ടില്ല, ഉറങ്ങിപ്പോയല്ലോ. ഇത് സിനിമ ആണോ തനിച്ചാണോ വന്നത് അതോ ഫ്രണ്ട്സ് ആയിട്ടാണോ വന്നത്? ഇല്ല, എന്റെ സിസ്റ്റർ ഇപ്പൊ വരും. എന്റെ ഫ്രണ്ട് ഉണ്ട്, ഞങ്ങള് രണ്ടുപേരും കൂടെ. പിന്നെ നമ്മുടെ എല്ലാരും പോയി കാണും. ഇവിടെയും എല്ലാരും കാണും. എല്ലാരും ഇന്ന് കാണാൻ കയറും. ഇപ്പൊ ഫസ്റ്റ് ഷോ കഴിയുന്നേ ഉള്ളൂ. ഇപ്പൊ അടിപൊളി ആവണം എന്ന് ആഗ്രഹം. പിന്നെ മിനിയാന്ന് കണ്ടതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ മിനിയാന്നല്ലേ കണ്ടത്. പിന്നെ എല്ലാവർക്കും തിരക്കുകളല്ലേ, അപ്പൊ തിരക്കുകളാവട്ടെ. ചേട്ടൻ ഷൂട്ടിലാണെന്ന് തോന്നുന്നു. ലിയോണി ചേച്ചി ഷൂട്ടിലാണ്. പുള്ളിച്ചേട്ടൻ ഇവിടെ ഇല്ല. എന്താണ് എന്തായാലും തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ ഫാമിലി ആയി തന്നെ പോയി കാണണം. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഒരുപാട് മനുഷ്യരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല സിനിമയാണ്. ഞാൻ അതിന്റെ ഭാഗമായതുകൊണ്ട് പറയാം, നല്ല സിനിമയാണ്. എല്ലാരും വന്ന് കാണണം. താങ്ക് യു.